ഒരു മാസത്തിലേറെ കാലം നീണ്ടുനിന്ന പ്രചാരണം എന്ന് പറയുന്നതിനേക്കാൾ വിവാദ കോലാഹലമായിരുന്നു പാലക്കാട്ട്. ഷാഫി പറമ്പിലിന്റെ പിൻഗാമിയാകാൻ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പ്രഖ്യാപിച്ചതോടെ കോൺഗ്രസിൽ പൊട്ടിത്തെറി തുടങ്ങി. അതൃപ്തിയും അസ്വസ്ഥതയും പ്രകടിപ്പിച്ച കോൺഗ്രസ് മീഡിയ സെൽ ചെയർമാൻ ഡോക്ടർ പി സരിൻ പരസ്യമായി രംഗത്ത് വന്നു. തൊട്ടടുത്ത ദിവസം തന്നെ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയാവുകയും ചെയ്തു. വിവാദ പരമ്പരയായിരുന്നു പിന്നെ കണ്ടത്. ഒടുവിലാണ് വോട്ടർ പട്ടികയിലെ ഇരട്ടകളും ക്രമക്കേടുകളും കളം നിറഞ്ഞത്. രാഷ്ട്രീയ പാർട്ടികളുടെ പരാതികളിൽ പരിശോധന നടത്തിയ ജില്ലാ കളക്ടർ ഉദ്യോഗസ്ഥ തലത്തിൽ വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ കർശന നടപടിയെന്ന് വ്യക്തമാക്കി. ഒപ്പം പരാതിയുള്ള വോട്ടുകൾ എന്ത് ചെയ്യണമെന്നും, മറ്റൊരു മണ്ഡലത്തിൽ വോട്ടുണ്ടെന്നുള്ളത് മറച്ചു വെച്ചുകൊണ്ട് ഇന്റൻഷനലി വോട്ട് ചെയ്യാൻ വന്നാൽ അത് റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ച് കൃത്യമായിട്ട് ക്രിമിനൽ നടപടിക്രമത്തിന് വിധേയമാകുന്ന കുറ്റമാണ്. നമ്മൾ പരാതി കിട്ടിയതിലൊക്കെ കൃത്യമായിട്ട് പരിശോധനകൾ നടത്തിയിട്ടുണ്ട്. അതേസമയം തന്നെയായിരുന്നു ഇടതുമുന്നണി ഈ വിഷയത്തിൽ കളക്ടറേറ്റ് മാർച്ച് നടത്തിയത്. കള്ള വോട്ടുണ്ട്, ഡബിൾ എൻട്രി ഉണ്ട്, മാത്രവുമല്ല നിരവധി ഐഡന്റിറ്റി കാർഡുകൾ കൊണ്ടുപോയിരിക്കുന്നു. എന്നിട്ട് വ്യാജ കാർഡുകൾ ഉണ്ടാക്കുകയാണ്. അതേസമയം BJP രാഹുൽ മാങ്കൂട്ടത്തിലിനെ കടന്നാക്രമിക്കുകയായിരുന്നു. പാലക്കാട് UDF സ്ഥാനാർത്ഥിയുടെ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ അദ്ദേഹം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചപ്പോൾ വിജയം നേടുന്നതിലേക്കായി വ്യാജ തിരിച്ചറിയൽ കാർഡ് നിർമ്മിച്ചതായിട്ടുള്ള ഒരു വിവരം പുറത്തു വരികയും ഇത്രയും തെളിവുകൾ പുറത്തു കിട്ടിയിട്ടും കേരള പോലീസ് നാളിതുവരെ ആ വസ്തുതകൾ പോസ്റ്റ്മോർട്ടത്തെ അറിയിക്കാൻ തയ്യാറായില്ല. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രാജ്യദ്രോഹ കേസ് അടിയന്തരമായി രജിസ്റ്റർ ചെയ്യണം. കോൺഗ്രസ് ആകട്ടെ മുഖ്യമന്ത്രിക്കെതിരെയാണ് അവസാന അമ്പ് തൊടുത്തത്. പാണക്കാട് തങ്ങൾക്കെതിരായ മുഖ്യമന്ത്രിയുടെ അധിക്ഷേപകരമായ പരാമർശം, പിണറായിയുടെ ശബ്ദവും BJP സംസ്ഥാന പ്രസിഡന്റിന്റെ ശബ്ദവും ഒരേ ശബ്ദമാണ്. രണ്ടുപേരും ഒരേ രീതിയിലാണ് സംസാരിക്കുന്നത്. കുട്ടിക്കലാശം കഴിഞ്ഞെങ്കിലും നിശബ്ദ പ്രചാരണത്തിലും എന്തെങ്കിലും അപ്രതീക്ഷിത നീക്കങ്ങൾ ഉണ്ടായേക്കാം. മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.